പാവയ്ക്ക തീയലാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സീഡൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പാവയ്ക്കയാണ് ഇത്. ഇതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളത്തിൽ 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് എടുത്തിവിടെ വച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട പൊടികൾ: 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 കപ്പ് തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നതാണിത്. 6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികൾ കരിയാണ്ട് തീ കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതോടൊപ്പം തന്നെ തേങ്ങ വറുത്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കുമ്പോഴേക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ മൺചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പ് മാറ്റിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൺചട്ടി ആയത് കാരണം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ടി വെള്ളം ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് 4 വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഈ താളിച്ചത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയുടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. പാവയ്ക്ക തീയൽ ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.